വെൽക്കം ബാക്ക് ടു കാപ്ലൻസ് ബൈത്തന. ഇന്ന് തിരുവോണ നാളിലെ പൂക്കൾ ഇടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വന്നേക്കാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മക്കളും ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പൊപ്പ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ. ഗുരുവായൂർ അമ്പലനടയിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള പൂക്കളങ്ങൾ ഒരുക്കുന്നത് നേരിട്ട് പോയി കാണാനുള്ള ഭാഗ്യം എനിക്കും മക്കൾക്കും ഈ വർഷം ലഭിച്ചു. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തന്നെ. എന്നത്തതും പോലെ ഞങ്ങൾ നേരത്തെ തന്നെ തിരുവോണ നാളിലെ പൂക്കളം ഒരുക്കുന്നത് കാണാനെത്തി. അവിടെ പൂക്കളം വരച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണി 3 മണി വരെ നീളുന്ന പൂക്കളങ്ങൾ ഒരുക്കുന്നതിന് പുറകിൽ ഒരു കൂട്ടം കലാകാരന്മാരുടെ സമർപ്പണ ബുദ്ധിയുണ്ട്. അവരിൽ സാധാരണക്കാരും കലാകാരന്മാരും സിനിമാ പ്രവർത്തകരും എല്ലാം ഉണ്ട്. ഇക്കുറി തിരുവോണ നാളിലെ പൂക്കളത്തിൽ ദീപസ്തംഭത്തിനു മുകളിലെ ഗരുഡ പ്രതിഷ്ഠയുടെ പ്രതിബിംബം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഗരുഡനെ അതിമനോഹരമായി ഒരുക്കിയത് ചിത്രകാരനായ സുരാസ് പേരകമാണ്. അത്തം മുതൽ തിരുവോണം വരെയുള്ള പൂക്കളങ്ങളെല്ലാം തന്നെ മനോഹരമായിട്ടാണ് ഒരുക്കിയത്. അത്തപ്പൂക്കളത്തിന്റെ കലാകാരൻ ഷിജു കൈപ്പടയും മറ്റു പൂക്കളങ്ങളുടെ കലാകാരന്മാരായ രമേശ് ബാലാമണിയും സുബ്രഹ്മണ്യം പുത്തഞ്ചിറയും കൃഷ്ണനാട്ടം കലാകാരൻ സുമേഷും എല്ലാം തന്നെ ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് പൂക്കളങ്ങൾ ഒരുക്കിയത്. തിരുവോണ നാളിലെ പൂക്കളം കണ്ണൻ നായരുടെ വകയാണ്. ശശി പട്ടത്താക്കിൽ, രാധാകൃഷ്ണൻ മമ്മിയൂർ, ആർട്ടിസ്റ്റ് മൂർത്തി, വീരഭദ്രൻ, കണ്ണൻ നായർ എന്നിവരാണ് പൂക്കളത്തിന്റെ അമരക്കാർ. പ്രതിഫലം മോഹിക്കാതെ പൂക്കളം എത്രയോ മനോഹരമാക്കാൻ കഴിയുന്നുവോ അത്രയ്ക്കും മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവരുടെ പ്രവൃത്തി കണ്ടു നിൽക്കാൻ തന്നെ മനോഹരമാണ്. ഞാനും അതുപോലെ തന്നെ ഒരുപാട് പേരും അവിടെ ചെന്ന് പൂക്കളം ഇടുന്നത് കാണാറുണ്ട്. അത് വീഡിയോയിൽ പകർത്താറുണ്ട്. പക്ഷേ ഇനി അടുത്ത വർഷം ഇതിന് സാധ്യമാകുമോ എന്നറിയില്ല. നിങ്ങൾ വാർത്തയിലൂടെ അറിഞ്ഞു കാണുമല്ലോ, ഗുരുവായൂർ അമ്പലനടയിൽ വീഡിയോഗ്രാഫി പ്രോഹിബിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ വീഡിയോ എടുക്കാൻ അനുവദിക്കില്ല. അപ്പോൾ ഇനി വരുന്ന വർഷം ഓണത്തിന് ഇതുപോലെ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്ത് തന്നെയായാലും ഇത്രയും ദിവസം അവിടെ പോയി വീഡിയോ എടുക്കാൻ സാധിച്ചതും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതും ഒക്കെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തന്നെ. പൂക്കളം ഇടുന്നത് പുരോഗമിക്കുന്നു. തിരുവോണ പൂക്കളായതുകൊണ്ട് തന്നെ ആളുകൾ ഒത്തിരി ഉണ്ട് ചുറ്റും കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ. ഓരോ പൂക്കളവും ഒരുക്കുന്നത് കാണുമ്പോഴാണ് അതിന് പുറകിലെ കലാകാരന്മാരുടെ കഠിനാധ്വാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മണിക്കൂറുകൾ നീളുന്ന അധ്വാനത്തിന് ഒടുവിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന മനോഹരമായ പൂക്കളം ഒരുങ്ങുന്നത്. ഈ കലാകാരന്മാരുടെ വൈഭവം എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം അത്ര മനോഹരമായ പൂക്കളങ്ങളാണ് 10 ദിവസവും ഗുരുവായൂരപ്പന് വേണ്ടി ഒരുക്കിയത്. ഓരോ കലാകാരന്മാരുടെയും അവരുടെ ടീമിൻ്റെയും കഠിനമായ പ്രയത്നം അതാണ് നമുക്ക് ഓരോ പൂക്കളത്തിലും കാണാൻ സാധിക്കും.
പൂക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി പൂക്കളത്തിൽ തിരി തെളിയിച്ചിട്ടുള്ള അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വെൽക്കം ബാക്ക് ടു കപ്പ് ലഞ്ച് വൈസന. ഇന്ന് തിരുവോണ ദിനത്തിൽ പൂക്കളം കാണാനായിട്ട് ഞാൻ വന്നേക്കാണ്. മക്കളെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അവർ ഇന്നലെ രാത്രി വന്നു, നല്ല ടയേർഡാണ്, ഉറക്കത്തിലാണ്. ഞാൻ രാവിലെ വന്നു. അപ്പോൾ കണ്ടു നോക്കാം. ലാസ്റ്റ് കാണിച്ച വീഡിയോയിൽ കുറേയൊക്കെ ഹസ്ബൻഡാണ് ഷൂട്ട് ചെയ്തത്. കാരണം ഞാനും മക്കളും ഒരു സമയമായപ്പോൾ പോയി, പിന്നെ ആൾ ഷൂട്ട് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ വന്നേക്കാണ്. മക്കൾ നല്ല ടയേർഡാണ്. പിന്നെ തിരുവോണമായതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒറ്റയ്ക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന് പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. സന്തോഷമായിട്ട് ഇങ്ങോട്ട് പോരുന്ന വഴി നടപ്പന്തലിൽ കണ്ട ഓണക്കാഴ്ചയാണ് ഇത്. ഗായ്സ്, അപ്പം ഞാൻ തിരിച്ചു പോവാണ്. നല്ല തിരക്കായിരുന്നു. ഒരു വിധത്തിലാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. മക്കളെ കൊണ്ടുവരാഞ്ഞത് ഭാഗ്യം. കാരണം അവരെയും കൊണ്ട് ഇവിടെ കടക്കാൻ അത്ര പണിയായിരിക്കും. നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാൾ 10 ദിവസത്തെ പൂക്കളവും ഞാൻ നിങ്ങളിലേക്ക് വ്ളോഗായിട്ടും ഷോർട്സായിട്ടൊക്കെ എത്തിച്ചേരുന്നു. സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും തുടർന്ന് വ്ളോഗ് കാണാൻ സപ്പോർട്ട് ചെയ്യാൻ. ബൈ, സീ യു.